മണിപ്പൂരിൻ്റെ മുറിവുണക്കാൻ രാഹുലെത്തി. രണ്ടാം ഭാരത് ജോഡോ യാത്രയ്ക്ക് രാഹുൽ തുടക്കമിട്ടത് മണിപ്പൂരിലായിരുന്നു. വീണ്ടും രാഹുൽ എത്തിയത് പ്രതിപക്ഷ നേതാവായാണ്. രാഹുലിന് മുന്നിൽ കലാപത്തിൻ്റെ ഇരകൾ തങ്ങളുടെ ദുരിതങ്ങൾ പങ്കുവച്ചു. കുക്കി, മെയ്തേയ് മേഖലകളിൽ വലിയ സ്വീകരണമാണ് രാഹുലിന് ലഭിച്ചത്. പ്രതിപക്ഷ നേതാവായും സഹോദരനായും മണിപ്പൂരിനൊപ്പം താനുണ്ടാവുമെന്ന ഉറപ്പാണ് രാഹുൽ നൽകിയത്. എത്ര തവണ വേണമെങ്കിലും മണിപ്പൂരിലെത്താമെന്നും രാഹുൽ ജനങ്ങളോട് പറഞ്ഞു. മാറ്റമുണ്ടായിട്ടുണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് മണിപ്പൂരിലെത്തിയതെന്ന് സന്ദർശന വേളയിൽ രാഹുൽ പറഞ്ഞു. എന്നാൽ സംസ്ഥാനത്ത് ഒരു മാറ്റവും വന്നിട്ടില്ല. ഇത് വേദനിപ്പിക്കുന്നതാണെന്നും രാഹുൽ പറഞ്ഞു. കലാപം കൈകാര്യം ചെയ്ത രീതിയിലുള്ള പ്രതിഷേധം രാഹുൽ മണിപ്പൂർ ഗവർണറെ അറിയിച്ചു. എന്നാൽ ഇക്കാര്യം രാഷ്ട്രീയവൽക്കരിക്കാനില്ലെന്ന നിലപാടാണ് രാഹുൽ സ്വീകരിച്ചത്. മണിപ്പൂരിലെ ജനങ്ങൾക്ക് ആശ്വാസം നൽകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശിക്കണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു. കലാപത്തിൽ 200-ലേറെ പേർ കൊല്ലപ്പെട്ടു. 1,00,000-ലധികം പേർക്ക് വീട് നഷ്ടപ്പെട്ടു. കലാപം തുടങ്ങിയിട്ട് 14 മാസമായി. എന്നാൽ പ്രധാനമന്ത്രി മോദി ഇതുവരെ സംസ്ഥാനം സന്ദർശിച്ചിട്ടില്ല, രാഹുൽ പറഞ്ഞു. കലാപം തുടങ്ങിയ ശേഷം ഇത് 3-ാം തവണയാണ് രാഹുൽ മണിപ്പൂർ സന്ദർശിച്ചത്. രാഹുൽ കലാപത്തിൻ്റെ ഇരകൾ താമസിക്കുന്ന ജിരിബാമിലെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തി. മൊയ്റാങ്ങിലെ ക്യാമ്പും രാഹുൽ സന്ദർശിച്ചു. ചുരാചങ്പുരിയിലെ കുക്കി ക്യാമ്പുകളും രാഹുൽ സന്ദർശിച്ചു. ഏകദേശം 34 ലക്ഷമാണ് മണിപ്പൂരിലെ ജനസംഖ്യ. മെയ്തേയ്, കുക്കി, നാഗ എന്നീ വംശത്തിൽപ്പെട്ടവരാണ് ബഹുഭൂരിപക്ഷവും. ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട മെയ്തേയ്കളാണ് പ്രബലർ. അവർ മൊത്തം ജനസംഖ്യയുടെ 53% വരും. മണിപ്പൂരിൻ്റെ തലസ്ഥാനമായ ഇംഫാലിലെ താഴ്വരകളിലാണ് മെയ്തേയ്കൾ വസിക്കുന്നത്. കുക്കികളും നാഗകളും പ്രധാനമായും ക്രിസ്ത്യൻ മതവിശ്വാസികളാണ്. മലയോര മേഖലകളിലാണ് ഇവരുടെ തട്ടകം. കുക്കികൾ ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഓൾ ട്രൈബൽ സ്റ്റുഡൻസ് യൂണിയൻ ഓഫ് മണിപ്പൂർ 2023 മെയ് 3 സംഘടിപ്പിച്ച ഗോത്ര ഐക്യദാർഢ്യ മാർച്ചാണ് ഇപ്പോൾ ആളിക്കത്തുന്ന മെയ്തേയ് കുക്കി വംശീയ കലാപത്തിന് തുടക്കമിട്ടത്. മെയ്തേയ്കളെ ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിൽ ഉൾപ്പെടുത്താനുള്ള പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിരുന്നു മാർച്ച്. ആംഗ്ലോ കുക്കി യുദ്ധസ്മാരകത്തിൻ്റെ ഗേറ്റ് തകർക്കപ്പെട്ടതോടെ മാർച്ച് ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് തിരിഞ്ഞു. പിന്നീടത് മണിപ്പൂരിനെ വംശീയ കലാപത്തിൻ്റെ പിടിയിലാക്കി. ചരിത്രപരമായി തന്നെ സംഘർഷം നിലനിൽക്കുന്ന 2 വിഭാഗങ്ങളാണ് മെയ്തേയ്, കുക്കി വിഭാഗങ്ങൾ. സംഘർഷം പരിഹരിക്കുന്നതിൽ സർക്കാരുകൾ പരാജയപ്പെട്ടു. കലാപം മാസങ്ങൾ പിന്നിട്ടിട്ടും പ്രശ്നപരിഹാരത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കാര്യക്ഷമമായ നടപടികളൊന്നും ഉണ്ടാകാത്തത് അതിരൂക്ഷ വിമർശനത്തിന് കാരണമായി. മാത്രമല്ല, പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കാതിരുന്നതും വിമർശനത്തിന് കാരണമായി. മണിപ്പൂർ കലാപം പരിഹരിക്കാൻ അടിയന്തരമായി ഇടപെടണമെന്ന് RSS നേതാവ് മോഹൻ ഭഗവതും ആവശ്യപ്പെട്ടു. ഇത് 3-മതും അധികാരമേറ്റ മോദിയെയും BJP നേതൃത്വത്തിലുള്ള സർക്കാരിനെയും പ്രതിരോധത്തിലാക്കി. ഈ സാഹചര്യത്തിലാണ് രാഹുലിൻ്റെ മണിപ്പൂർ സന്ദർശനത്തിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത്. വലിയ സ്വീകരണമാണ് രാഹുലിന് ലഭിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ BJPക്ക് തിരിച്ചടിയുണ്ടായതും ഇതുമായി കൂട്ടി വായിക്കണം. രാഹുൽ ഇന്ത്യയുടെ പ്രതീക്ഷയായി വളരുന്നു. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുലിൻ്റെ തുടക്കം ഗംഭീരമായി. മോദി സർക്കാരിൻ്റെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തിയാണ് പ്രതിപക്ഷം രാഹുലിൻ്റെ നേതൃത്വത്തിൽ പാർലമെൻറ്റിനകത്തും പുറത്തും മോദിയെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കുന്നത്.